ഗാസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച ഹമാസ് പൂർണ്ണമായും നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചിരിക്കുകയാണ്. ഹമാസ് നിരായുധീകരണം തയ്യാറായാൽ ഇസ്രായേൽ പിൻവാങ്ങുമെന്നാണ് ബോർഡ് ഓഫ് പീസ് കരാറിലുള്ളത്. ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതികരണമാണ് ഇനി നിർണായകമാകുന്നത്. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പാലസ്തീനെ കൊണ്ടുവരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, US-ന്റെ വലിയ കഠിനമായ ശ്രമമുണ്ടായിരുന്നു, പക്ഷേ ഇസ്രായേലിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടില്ല. അതാണ് നിർണായകമായുള്ളത്. എന്താണ് ഗസയിൽ സംഭവിക്കുന്നത്? നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചത് ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ 6 മാസം മുൻപാണ് ട്രംപ് മുൻകൈയെടുത്ത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ 20 ദിന സമാധാന പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിൻ്റെ ആദ്യഘട്ടം വെടിനിർത്തൽ, രണ്ടാം ഘട്ടം നിരായുധീകരണം, ഒപ്പം മറുവശത്ത് ഇസ്രയേൽ സൈന്യം പിന്മാറുക, മൂന്നാമതായി പാലസ്തീന് പുതിയൊരു ഭരണസമിതി, നാലാമതായി തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് ഈ 20 ദിന പദ്ധതികളിൽ ഉള്ളത്. എന്നാൽ ആദ്യഘട്ട വെടിനിർത്തലിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഏറെ നാൾ അനിശ്ചിതത്വത്തിലായിരുന്നു. ഈജിപ്ത്, ടർക്കി, അതോടൊപ്പം തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ സജീവമായി ഹമാസുമായി ചർച്ചയിലായിരുന്നു. കഴിഞ്ഞ ദിവസം കൈറോയിൽ വെച്ചും ഈ ചർച്ച സജീവമായി നടന്നു. കഴിഞ്ഞ ഇടെയാണ് ഹമാസിൽ തെരഞ്ഞെടുപ്പ് നടന്നതും പുതിയ തലവൻ, ഹമാസിൻ്റെ തലവനായി പുതിയ ആൾ എത്തിയതും. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രധാനമായ പ്രഖ്യാപനം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് നിരായുധീകരണത്തിന് ഹമാസ് തയ്യാറാകുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇതൊരു നിർണായക വഴിത്തിരിവാകും എന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. നിരായുധീകരണം പ്രാവർത്തികമായാൽ അത് വലിയൊരു നേട്ടം ആകും എന്നും അവകാശവാദങ്ങൾ ഉണ്ട്. ട്രംപ് അടക്കം ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇതിന് മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളെ അഭിനന്ദിക്കുന്നതിനൊപ്പം ബോർഡ് ഓഫ് പീസ് നിർണായക കരാറിൽ എത്തിച്ചേർന്നുവെന്നും ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുമാണ് അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട വെടിനിർത്തൽ നമുക്കറിയാം, പക്ഷേ അതിനുശേഷവും അതിശക്തമായ ആക്രമണം അവിടെ ഇസ്രയേൽ തുടർന്നു. കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ ഒരു വശത്തുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായത് ഒരു സുപ്രധാന വഴിത്തിരിവാണ്. അതായത് ഹമാസിനൊപ്പമുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്ന മറ്റു സംഘടനകളും അവരുടെ ആയുധങ്ങൾ വയ്ക്കുന്നതാണ്. അതായത് അവരുടെ ആയുധങ്ങൾ നിരായുധീകരിക്കുന്നതാണ്. ഇതിന് 14 ദിവസത്തെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കും. അതിനുശേഷം ഇതിന് ഒരു ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതി ഈ ആയുധങ്ങളുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇത് ഇസ്രായേലിനോ മറ്റേതെങ്കിലും മൂന്നാമതൊരു രാജ്യത്തിനോ കൈമാറില്ല. ഇതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം രൂപീകരിക്കുന്ന സമിതിക്കായിരിക്കും. അത്തരത്തിലാണ് ഇതിലെ വ്യവസ്ഥകൾ ഉള്ളത്. ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതൊരു സുപ്രധാന നേട്ടം തന്നെയായിരിക്കും. എന്തായാലും അസാധാരണം എന്ന് കരുതിയിരുന്ന, അസംഭവ്യം എന്ന് കരുതിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായി വന്നിരിക്കുന്നു. അവർ നിരായുധീകരണത്തിന് തയ്യാറാകുന്നു. അത് ഈ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച ശേഷമുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ സമാധാന നീക്കങ്ങളിൽ ഏറെ നിർണായകമായ ഒരു നാഴികക്കല്ലാകും, അതൊരു വഴിത്തിരിവാകും എന്നാണ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. നിശ്ചയിച്ച പ്രകാരം